എനിക്ക് യൂട്യൂബിൻ്റെ ഒന്നും അറിയാണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന 7.5 ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഞാൻ ഒരു ഒറ്റ വീഡിയോയിലും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. ഇന്നിപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തുകയാണ്, ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുമ്പോഴും ഞാൻ ചെല്ലും എന്ന് പ്രതീക്ഷിച്ച കുറേ ആളുകളുടെ മെസ്സേജും മെയിലും ഫോണും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റായി മാറി ഇത്. പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റി പാഷന് പുറകെ പോകുന്ന ആളുകളെ കൈയടിക്കുന്ന സൊസൈറ്റി അല്ല ഇന്ന്. പക്ഷേ എനിക്ക് എന്നെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, നീ ചെയ്തതായിരുന്നു ശരിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമൊക്കെയാണ്. കാരണം നമ്മൾ ഈ മോണിറ്റൈസേഷൻ്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ ചോദിക്കും. അപ്പോൾ പുള്ളി ഒരു സഹപ്രവർത്തകൻ പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടെ കുത്തി ചോദിക്കും, നിനക്ക് വേറെ വഴിയില്ല, എന്ന് മോണിറ്റൈസേഷൻ ആവാനാണ് ഈ 4000 മണിക്കൂർ തികയണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇകഴ്ത്തലല്ല, പുകഴ്ത്തലും വേണ്ട, പക്ഷെ ഒരു ജസ്റ്റിസ് ഇതൊക്കെ ശരിയോ, നീ അതിൻ്റെ കൂടെ, അതാണ് നമുക്ക് ആവശ്യം. ഇന്നും ടീച്ചർ എന്നുള്ള നിലയ്ക്ക് വേദനയുള്ള അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. അവിടെ എനിക്കൊരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടാവും. ചിലയിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഫോൺ റീചാർജ് ചെയ്യാൻ നിർവാഹമില്ലാതിരിക്കുന്ന ആളുകളുണ്ട്. നമസ്കാരം. ഈ ഫുഡ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ? ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മൊത്തം ഈ ഫുഡ് ബ്ലോഗേഴ്സാണ്. അപ്പോൾ ഈ ഫുഡ് ബ്ലോഗേഴ്സിൽ ഭയങ്കരമായി വ്യത്യസ്തയായ, അതിലൂടെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു അതിഥിയാണ് നമുക്കൊപ്പം ചേരുന്നത്. നമ്മുടെ അതിഥി സൗമ്യയാണ്. ഈ സൗമ്യ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആർക്കും മനസ്സിലായില്ല, ഈ ഡാൻസിങ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ? ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവരും അറിയപ്പെടുന്നത്. ഈ എല്ലാവരും ചോദിച്ചൊരു ചോദ്യമാണ്, പക്ഷെ എന്നാലും ഈ ഡാൻസിങ് മൈൻഡ് എന്ന പേരിടാൻ കാരണം ഡാൻസും കൂടി അത്ര ഇഷ്ടമായതുകൊണ്ടാണോ? ഡാൻസ് ഇഷ്ടമാണ്, ഡാൻസ് ചെറുതിലെയൊക്കെ മുതൽ പഠിച്ചിട്ടുണ്ട്. പക്ഷേ കാരണം അതല്ല, നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഒരു ഫുഡ് ബ്ലോഗിങ് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നമ്മുടെ ഓർമ്മകളെയൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു എലമെൻ്റ് അതിനകത്ത് കാണും. അല്ലെങ്കിൽ കുറേ മനുഷ്യരുടെ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഫുഡിനപ്പുറത്തേക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ കാണുന്ന ഒരാളുടെ മനസ്സ് നൃത്തം വെക്കുന്നുണ്ടെങ്കിൽ ആ സ്പേസാണ് ഡാൻസിങ് മൈൻഡ് എന്ന് പറയുന്നത്. ഈ വ്ളോഗ് കാണുമ്പോൾ ഒക്കെ ആൾക്കാർ പറയും, ഇങ്ങനെ ചിന്തിക്കും, ഓ എന്ത് സൗകര്യമാണ്, ഇങ്ങനെ പോവുക, തിന്നുക, പലയിടത്ത് ഫുഡ് തിന്നാം, പക്ഷെ അതിൻ്റെ ബാക്കിൽ നല്ല ഹോംവർക്ക് ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പം നാളെ എനിക്ക് ഷൂട്ടുള്ളത് മലരിക്കലാണ്. അപ്പോൾ മലരിക്കൽ ഞങ്ങൾ 6 മണിക്ക് മലരിക്കൽ എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 2:45 3 മണിക്കോ നമ്മൾ തിരിക്കേണ്ടി വരും. ഒരു 180 കിലോമീറ്റർ ദൂരം നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും പുലർച്ചെ നമ്മൾ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ, ഞാനൊരു പക്ക വീട്ടിലേയും കൂടി ഒരാളാണ്, എനിക്ക് അങ്ങനെ സെർവൻസോ സഹായിക്കാൻ ആളുകളോ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം കഴിച്ച് ഞാൻ പുലർച്ചെ 6 മണിക്ക് അവിടെ എത്തുന്നു. നമ്മളൊരു ഷൂട്ട് നോർമലി ഒരു ഷൂട്ട് എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. കാരണം നിങ്ങൾ കാണുന്ന റീല് 1 മിനിറ്റിലാണെങ്കിൽ അവിടെ ആ വീട്ടിൽ ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ ആ അമ്മ അവിടുത്തെ ഏറ്റവും ബേസ് സാധനങ്ങൾ അടുപ്പ് കത്തിക്കുന്നത് മുതൽ ഞങ്ങൾ വീഡിയോയിൽ കാണും. അപ്പോൾ അത് ചെയ്ത് ഇത്രയും കറികൾ വെച്ച് പാചകം കഴിഞ്ഞ് 12:30 മണിക്ക് ഊണ് വിളമ്പുന്ന സമയം വരെ ഞങ്ങൾ അവിടെ ഉണ്ട്. അതായത് ഭയങ്കര എഫേർട്ട് ഇതിന്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും. ഈ ചില ആൾക്കാരൊക്കെ ഈ സെൽഫി പോലെ ഷൂട്ട് ചെയ്ത് അവിടുത്തെ ഫുഡ് കഴിച്ച് അത് കൂടെ പെയ്ഡ് പ്രൊമോഷനൊക്കെ ചെയ്ത്, പക്ഷേ സൗമ്യയുടെ വീട്ടിൽ അതൊന്നുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യത്യസ്തത കൊണ്ടുവന്നത്? അല്ല, അത് ചാനൽ തുടങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ ബോധപൂർവം എന്നാൽ കുറച്ച് ചെറിയ കടകൾ എടുത്തേക്കാം, അങ്ങനെയല്ല. ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇങ്ങനെയാണ് ചെയ്യാൻ തോന്നിയത്. എനിക്കതിനൊരു ഉത്തരവൊന്നുമില്ല. പിന്നെ ചെയ്ത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഒരു 2 3 4 കടകളൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ എന്നെ കുറേ ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി, ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, നിങ്ങളൊരു വീഡിയോ ചെയ്ത് അവർക്ക് കുറച്ച് ഉപകാരമാവും എന്നുള്ള നിലയ്ക്കൊക്കെ. അങ്ങനെ വന്ന് ഇപ്പോൾ നമ്മുടെ കണ്ടന്റ് ശരിക്കും പറഞ്ഞാൽ അത് മാത്രമായി മാറി. പ്രൊഫഷൻ എന്ന് പറയുന്നത് അധ്യാപികയാണ്, പാഷൻ എന്ന് പറയുന്നത് യൂട്യൂബറാണ്. ഈ പ്രൊഫഷനിൽ നിന്നും ഈ പാഷനിലേക്കുള്ളൊരു സഞ്ചാരം എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു, വളരെ ഈസി അല്ലായിരുന്നു, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റി പാഷന് പുറകെ പോകുന്ന ആളുകളെ കൈയടിക്കുന്ന സൊസൈറ്റി അല്ല ഇന്ന്. പക്ഷേ എനിക്ക് എന്നെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, നീ ചെയ്തതായിരുന്നു ശരിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ നേരിട്ടൊരു സമയമുണ്ട്. കാരണം ഇതിനെ ആളുകളൊരു വേറൊരു ഇതിൽ, ഇപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായാലും ഇപ്പം എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ ആയാലും അവർക്കും ഇതൊന്നും അത്ര ഇതിനൊക്കെ നടക്കണോ, റോഡിലെല്ലാം പോയി നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കേണ്ട കാര്യമുണ്ടോ, മഴയായാലും വെയിലായാലും നമ്മളുടെ ഇതൊക്കെ അങ്ങനെ ഒരു AC റൂമിലല്ലല്ലോ ഷൂട്ട് നടക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ച ആളുകളൊക്കെ ഉണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സാധനം എൻ്റെ പാഷനിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. പ്രൊഫഷൻ ഒബ്വിയസ്ലി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് പഠിച്ച് ഞാൻ നേടിയെടുത്തതാണ്. വർഷങ്ങളുടെ അധ്വാനമാണ് PhD ഒക്കെ നേടിയെടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് കിട്ടിയതിനേക്കാളും കൂടുതൽ എന്നെ ഇന്ന് ആളുകൾ തിരിച്ചറിയുന്നത്, എന്നെ ആരും അറിയുന്നത് സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ അധ്യാപിക എന്നല്ല. എന്നെ കാണുമ്പോൾ ആളുകൾ ആദ്യം ചോദിക്കുന്നത് ഡാൻസിങ് മൈൻഡ് അല്ലേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പേര് തന്നെ പലർക്കും എൻ്റെ പേര് സൗമ്യ എന്നാന്ന് അറിയാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ആ ഇത് എനിക്കത്ര ഈസി ആയിരുന്നില്ല. നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്നെ പലരും അംഗീകരിച്ചത്. ഒത്തിരി കുട്ടികൾ വരെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ടീച്ചർക്ക് കുറവാണിയൊന്നുമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഫഷൻ ഉണ്ടായിട്ട് അതിനകത്തുനിന്ന് ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഇങ്ങനെ
അലിഞ്ഞു തിരിഞ്ഞ് നടക്കുക അങ്ങനെ പറഞ്ഞ കാണുന്ന ആൾക്കാർ പറയും ഈ അധ്യാപനമാണ് പാട്, ഇത്രയും പിള്ളേരുടെ മുമ്പിലിരുന്ന് അലയ്ക്കണം, അലച്ചതിന് ശേഷം പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം, വീട്ടിൽ വന്നാൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. പക്ഷേ യൂട്യൂബ് എന്തൊരു എളുപ്പമാണെന്നൊക്കെ പറയും, കാരണം വെറുതെ ഇരുന്ന് അങ്ങ് ഷൂട്ട് ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷെ നേരെ തിരിച്ചാണ് അനുഭവം. തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ക്യാമ്പസിൽ പോവുകയാണെങ്കിൽ എനിക്ക് 9:30 മണിക്കാണ് ക്യാമ്പസിൽ കയറുക, ഞാൻ 3:30 ഫ്രീ ആവും. പിന്നെ തിരിച്ച് നമുക്ക് കുറച്ച് അസൈൻമെൻറ്റ് പേപ്പർ വാല്യൂഷൻ എന്ന് ഒഴിച്ചാൽ ബാക്കി നമ്മൾ ഫ്രീ ആണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ പോവണ്ട, ശനിയും പോകണ്ട. ഓണത്തിനും 10 ദിവസം, ക്രിസ്മസിനും 10 ദിവസം, 2 മാസം വെക്കേഷൻ, ഇങ്ങനെയാണ് ഞാൻ പോകുന്നത്. എനിക്കിപ്പോൾ ഞായറാഴ്ചകളില്ല, ശനിയാഴ്ചകളില്ല, എനിക്ക് ഈ പറഞ്ഞ ഒന്നുമില്ല. ചിലപ്പോൾ രാത്രി, ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് ആറന്മുള ഷൂട്ടായിരുന്നു, പുലർച്ചെ പോയിട്ട് പാതിരാത്രിയാണ് വീട്ടിൽ വന്നത്. ഇന്നലെ ഭരണിക്കാവായിരുന്നു, രാവിലെ പോയിട്ട് രാത്രിയാണ് തിരിച്ചത്. നമുക്കങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യാവുന്ന കാര്യമല്ല ഒരു യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി ടിപ്സ് പറയുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മുടെ വീട്ടിനകത്താണ്, നമ്മൾ കംഫർട്ടബിൾ ആണ്. പക്ഷേ യാത്രകൾ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതായത് ഈ ഫുൾ ടൈം ജോബായി മാറി. പിന്നെ ഇതുകൊണ്ട് തീരുന്നില്ല, നമ്മൾ തിരിച്ചെത്തിയിട്ട് വീണ്ടും ഇതിന്റെ എഡിറ്റിംഗ്, ഡബ്ബിങ്, എല്ലാ സാധനങ്ങളും പിന്നെയും ഉണ്ടല്ലോ. ഈ വള്ളസദ്യയുടെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആറന്മുളയിൽ, അതായത് നമ്മൾ അവിടെ എത്തിയ ഒരു പ്രതീതിയാണ്. അതായത് ഇങ്ങനെ വിവരണമൊക്കെ, അതായത് ഒരു അധ്യാപികയുടെ ഒരു ക്വാളിറ്റി ആണെന്ന് തോന്നുന്നു ഈ വിവരണവും ഒക്കെ. കാരണം അതിലും ഒരുപാട് ഈ അഭിനന്ദനങ്ങൾ കിട്ടാറില്ലേ. ആളുകൾ പറയുന്ന വെച്ചാൽ നമ്മൾ ഈ പറയുന്ന വാക്കുകൾ അവർക്ക് ഇങ്ങനെ അതാണല്ലോ നമ്മുടെ ഒരു ഇതാന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് ഒരു ഭക്ഷണം കാണുമ്പോൾ അയാൾക്ക് തോന്നണം ഒന്ന് കഴിച്ച് നോക്കിയാലോ എന്ന് അയാൾക്ക് തോന്നണം. അല്ലെങ്കിൽ ഇപ്പോൾ ആറന്മുളയിൽ പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളില്ലേ, വള്ളസദ്യയിൽ പങ്കെടുക്കാൻ പറ്റാത്ത. അപ്പോൾ അവർക്ക് എന്താണെന്നൊന്ന് അവർ അവെയർ ആവുക, എന്താണ് കാര്യം, ഇങ്ങനെയൊക്കെയാണ്. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് പോയി കണ്ടതാണ്. എനിക്കൊരു 1.5 മണിക്കൂർ എടുത്തു ഇതിവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ. പിന്നെ ഞാനിങ്ങനെ അവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, കാരണം ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ. ഈ മറ്റ് ഫുഡ് ബ്ലോഗേഴ്സിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിവരണം, അതുപോലെ തന്നെ ഡ്രസ്സിങ്. എപ്പോൾ നോക്കിയാലും ഒരു നാടൻ മലയാള തനിമ, അത് ഈ പറഞ്ഞ പോലെ ഇതിനു വേണ്ടി അങ്ങനെ തിരഞ്ഞെടുത്തതാണോ? സൗമ്യയുടെ ഒരു സ്വഭാവം തന്നെ ഇങ്ങനെ തന്നെയാണോ? അല്ല, ഇങ്ങനെ തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ ഭയങ്കര നാട്ടുംപുറത്താണ്. ഇപ്പോഴും അങ്ങനെ ഒരു വലിയ വികസനമൊന്നും എത്തിപ്പെടാത്ത ഒരു സ്ഥലത്താണ് ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ വേഷം വെച്ചാൽ പട്ടുപാവാടയും ബ്ലൗസ് കൂടെ അങ്ങനെയൊക്കെ ആ ഒരു ഇതിലാണ്. ജീൻസൊക്കെ ഞാൻ ഇടുന്നത് തന്നെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് എത്തിയിട്ടാണ്. 23 വയസ്സിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാനൊരു ജീൻസ് ആദ്യമായിട്ട് ഇടുന്നത്. അപ്പോൾ അതുവരെ നമുക്കിതൊന്നും സാധ്യതകൾ ഉണ്ടായിരുന്നില്ല. പിന്നെ കോളേജിൽ പഠിപ്പിക്കാൻ കയറിയപ്പോഴായാലും സാരി കുറച്ചും കൂടി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. കാരണം വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഞാനൊരു വലിയ സൈസാണ്, പക്ഷെ എനിക്ക് പൊക്കവും വണ്ണമൊക്കെ ഇച്ചിരി കുറഞ്ഞ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചുരിദാറും കൂടി ഇടുമ്പോൾ ഞാൻ അങ്ങോട്ട് തീരെ ചെറുതാവുന്ന ഒരവസ്ഥ. പിന്നെ MG കോളേജിലൊക്കെ പഠിപ്പിക്കാൻ കയറുമ്പോൾ 10-40 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ടീച്ചർ ഏതാ കുട്ടി ഏതാന്ന് അവിടെ ഉള്ളവർക്ക് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും. അങ്ങനെ ഒരു മോശം ക്രെഡിറ്റ് അല്ല, അത് ഭയങ്കര മോശമാണ്. ഭയങ്കര ഇന്നും ടീച്ചർ എന്നുള്ള നിലയ്ക്ക് വേദനയുള്ള അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. അവിടെ എനിക്കൊരു മോശമായിട്ടൊരു അനുഭവം ഉണ്ടാവും. പക്ഷേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിയില്ലായിരുന്നു ഞാൻ ടീച്ചിങ് ഫാക്കൽറ്റി ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സാധനത്തിന് ശേഷം ആദ്യം ചെയ്ത പണി കുറേ സാരി ബൾക്കായിട്ട് മേടിക്കുക, പെട്ടെന്ന് സാരിയിലോട്ട് അങ്ങ് കൺവേർട്ട് ചെയ്തു. 2015 മുതൽ ഞാൻ ടീച്ചിങ് ഫീൽഡിലുണ്ടായിരുന്നു. പിന്നെ സാരി അങ്ങ് സ്ഥിരമാക്കി. ചാനൽ തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റേത് ഡ്രസ്സിനേക്കാളും എനിക്ക് കൂടുതലുള്ളത് സാരിയാണ്. അപ്പോൾ പിന്നെ അതങ്ങോട്ട് നമ്മളൊരു വേഷാക്കി മാറ്റി. ഈ പഠിപ്പിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കൂട്ട് അല്ലെങ്കിൽ കുട്ടികളാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനും കരുത്തായതും കൂടെയുള്ളതും ഒക്കെ. അതായത് കുട്ടികളാണ് ശരിക്കുമുള്ള സമ്പത്ത് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്നും ഈ പഠിപ്പിക്കലിൽ നിന്നും വിട്ട് യൂട്യൂബിലേക്ക് മാറി ഇപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ടോ? ക്യാമ്പസ് മിസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ക്യാമ്പസിൽ പോയിട്ട് ഇപ്പോൾ ഞാനൊരു സിലബസ് പഠിപ്പിക്കുന്ന അങ്ങനെ ഒരു അധ്യാപിക എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ എൻ്റെ അടുത്ത് പറയും, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ മൊത്തം ഞാൻ അവരോട് പറയും. അങ്ങനത്തെ ഒരു സാധനം അവരുടെ വിശേഷങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ ബാക്കി സാധാരണക്കാരുടെ വിശേഷങ്ങളിലേക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ഓർക്കുമ്പോൾ സങ്കടമൊക്കെ വരും. കാരണം ആ ക്ലാസ് റൂമുകൾ ഞങ്ങളങ്ങനെ സംസ്കൃതംകാരായതുകൊണ്ട് വലിയ ബൾക്ക് കുട്ടികളൊന്നുമില്ല. ചിലപ്പോൾ ഒരു 20 പേര് 25 പേര്. അപ്പോൾ എനിക്ക് എല്ലാവരും പേഴ്സണലി അറിയാം. 2022 തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ 2025 വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു. അതായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ സപ്പോർട്ടാണ് ഡാൻസിങ് മൈൻഡിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാകും ഈ സാധാരണക്കാരുടെ ജീവിതത്തിലേക്കാണ് കടന്നു ചെല്ലുന്നതും. അത് ഒരു പരിധിവരെ നമ്മളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല. അത്രയും ആളുകളുടെ സങ്കടം കാണുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓരോ അമ്മയും അച്ഛനും അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി അത്രയുടെ കഷ്ടപ്പെട്ടാണ് അവരും. അതുകൊണ്ടാകുമല്ലോ ഇപ്പോഴും അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്, അത്തരം വീഡിയോകളിലൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. എനിക്ക് അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റായി മാറി ഇത്. എന്നുവെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തുകയാണ്, ഞാൻ എൻ്റെ ഒരു പ്രൊഫഷനിലേക്ക് ഞാൻ പോവുകയാണെന്ന് ഞാൻ വിചാരിക്കുമ്പോഴും ഞാൻ ചെല്ലും എന്ന് പ്രതീക്ഷിച്ച കുറേ ആളുകളുടെ മെസ്സേജും മെയിലും ഫോണും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒരു ഡയറിക്കകത്ത് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുക. നമ്മൾ ഏറ്റവും അർജൻറ്റ് ഉള്ളതാണ് ഏറ്റവും ആദ്യം പരിഹരിക്കാം. അപ്പോൾ ചിലത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ
വിജി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വീട് വെക്കണം. കഴിഞ്ഞ 2024 വന്ന ഒരു മെസ്സേജാണ്. വിജി ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ്. അപ്പോൾ എനിക്കൊരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ആസ്തി എൻ്റെ കയ്യിലില്ല. എനിക്ക് അതിനുള്ള സാമ്പത്തികമില്ല. ഞാൻ ക്യാമ്പസിൽ നിന്നൊക്കെ ഇറങ്ങി നിൽക്കണം. യൂട്യൂബിൽ നിന്ന് അത്ര വലിയ വരുമാനത്തിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, ബാക്കിയുള്ള ആളുകളോട് ചോദിക്കുക. അപ്പോൾ എനിക്കുള്ളതൊരു പ്ലാറ്റ്ഫോമാണ്. ഞാനിപ്പോൾ വിജിയുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു. വീട് പണി ഇതാ 1 വർഷം കൊണ്ട് നമ്മൾ അതിൻ്റെ വാർക്കയും കഴിഞ്ഞിട്ട് നിൽക്കുക. ഒരു 1.5 മാസത്തിൻ്റെ അകത്ത് വീട് പാല് കാച്ചാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് തരുന്നത് ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഞാൻ പറയുമ്പോൾ ഈ ലോകത്തുള്ള മലയാളികളാണ് അത് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യരാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് എനിക്കതുകൊണ്ട് നിർത്തി പോവാം, എനിക്ക് പറ്റണില്ല ഇപ്പോൾ. അതായത് സമയം നമുക്ക് ഈ കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പറയുന്നൊരു പേരാണ് പാവങ്ങളുടെ രാജകുമാരി എന്നൊക്കെ. പക്ഷെ അത്തരം ഒരു വിളി അല്ലെങ്കിൽ അത്തരം പദവികളൊക്കെ ഒരു ബേർഡനായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഉത്തരവാദിത്വം കൂടിയതായി തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സാധാരണയിൽ അപേക്ഷിച്ച് കുറച്ച് റെസ്പോൺസിബിൾ ആണെന്ന് എനിക്ക് ഇപ്പോൾ നമ്മൾ ചാനലിൻ്റെ ഓരോ വളർച്ചയിലും ഇങ്ങനെ തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതാണ്, എനിക്ക് ഇങ്ങനെ വരുന്ന മെയിലും മെസ്സേജും ഒക്കെ എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്തതൊക്കെ തോന്നും. കാരണം എനിക്കൊന്നും ചെയ്തു കൊടുക്കാനും പറ്റില്ല, വളരെ അസുഖം ബാധിച്ച ആളുകളുടെയൊക്കെ. അപ്പം നമ്മുടെ ചാനലിൽ അത്തരം കണ്ടൻറ്റുകളില്ല. ഇപ്പോൾ ക്യാൻസർ രോഗികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അങ്ങനെയൊന്നും നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒരു നിയന്ത്രണം വരുത്തി. നമുക്ക് പറ്റും സാമ്പത്തികമായിട്ട് സഹായിക്കാൻ നമ്മളെ കയ്യിൽ ഉള്ളതേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് 60-70 ലക്ഷം വേണ്ടി വരുന്ന കേസുകളിൽ ഒന്നും ചെയ്തും കൊടുക്കാൻ പറ്റുന്നില്ല. അത്തരം കുറേ അത് ഒരു ഉത്തരവാദിത്തം തന്നെ ഞാൻ വിചാരിക്കുന്നു. ഈ നാട്ടിൻ പുറത്തുകാരി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, അപ്പോൾ വിമർശനങ്ങൾ ഒരുപാട് കേട്ട് കാണും. പക്ഷെ ഇപ്പോൾ ആ വിമർശിച്ചവരൊക്കെയും അഭിനന്ദിക്കുന്നുണ്ടാവുമല്ലേ? നാട്ടിൽ നിന്നൊന്നുമല്ല, നാട്ടിൽ നിന്ന് അങ്ങനെ വിമർശനം ഉണ്ടോയെന്ന് അറിയില്ല. കാരണം ഞാൻ ഇവിടെ സെറ്റിലായതുകൊണ്ട് എനിക്ക് നാട്ടിൽ ഇപ്പോൾ ആരെങ്കിലും എന്നെ പറ്റി പറയണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ ഫീൽഡിനകത്തു നിന്നൊക്കെ ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഭയങ്കര വിഷമമുള്ള കാര്യമൊക്കെയാണ്. കാരണം നമ്മൾ ഈ മോണിറ്റൈസേഷൻ്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് ഇവരിങ്ങനെ ചോദിക്കും. അപ്പോൾ പുള്ളി ഒരു സഹപ്രവർത്തകൻ പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടെ കുത്തി ചോദിക്കും, നിനക്ക് വേറെ വഴിയില്ല, എന്ന് മോണിറ്റൈസേഷൻ ആവാനാണ് ഈ 4000 മണിക്കൂർ തികയണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇകഴ്ത്തലല്ല, പുകഴ്ത്തലും വേണ്ട, പക്ഷെ ഒരു ജസ്റ്റിസ് ആവും. ഇതൊക്കെ ശരിയാണ്, നീ അതിൻ്റെ കൂടെ, അതാണ് നമുക്ക് ആവശ്യം. പക്ഷേ എനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. ഞാനപ്പോൾ മാഷിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനൊരു മറുപടി ഒരു സ്ക്രീൻഷോട്ടായിട്ട് ഞാൻ അയച്ചു തരും. ആ 4000 മണിക്കൂർ തികഞ്ഞ അന്ന് ഞാൻ ആ സ്ക്രീൻഷോട്ട് ആൾ കാണുന്നുണ്ടാവും, എനിക്ക് കുഴപ്പമില്ല, ഞാൻ അയച്ചു കൊടുത്തു ആ ആൾക്ക്. അപ്പോൾ എനിക്കത് ഭയങ്കര പെയിൻഫുള്ളാണ്. കാരണം നമ്മൾ രക്ഷപ്പെടണോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നമ്മൾ വരും ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല, ചുമ്മാ എനിക്ക് യൂട്യൂബിൻ്റെ ഒന്നും അറിയാണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന 7.5 ലക്ഷം ആളുകൾ എന്ന് പറയുന്നത് ഞാൻ ഒരു ഒറ്റ വീഡിയോയിലും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടില്ല, പറയാറുമില്ല. അവരിഷ്ടത്തോടു കൂടി വന്നതാണ് നമ്മളെ ചാനൽ കാണുന്നത്. അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഇല്ല, എനിക്ക് വിഷമം വരും, ഇപ്പോഴും എനിക്ക് വിഷമം വരും. ഇന്നലെ പറയുമ്പോൾ ഞാനിപ്പോൾ ഈ ജിപേ ഉള്ള സ്ഥലങ്ങളിൽ ജിപേ ചെയ്യണത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫേസ്ബുക്കിലാണ് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വരിക. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ആ പിക്ചർ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അത് കാണുമ്പോൾ അവർക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മളെന്തായാലും 50 രൂപേൻ്റെ ഊണ് അയച്ചിട്ട് 50 രൂപ കൊടുത്തിട്ട് ഇറങ്ങിപ്പോരാൻ എനിക്ക് തോന്നാറില്ല. കാരണം നമ്മൾ പലയിടത്തും ചെല്ലുന്ന സ്ഥലങ്ങൾ അങ്ങനെയാണ്, വയസ്സായ അമ്മമാരും അച്ഛന്മാരും ഒക്കെ. ചിലയിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഫോണ് റീചാർജ് ചെയ്യാൻ നിർവാഹമില്ലാതിരിക്കുന്ന ആളുകളുണ്ട്. കാരണം അവരുടെ കയ്യിൽ പൈസ ആയിട്ടുണ്ട്, പക്ഷേ ഈ മറ്റേ നോക്കിയൻ്റെയൊക്കെ സെറ്റ് ഉണ്ടല്ലോ ചെറുത്, അത് റീചാർജ് ചെയ്യാൻ ആരെങ്കിലും ഇവർക്ക് എവിടെയെങ്കിലും പോയിട്ട് റീചാർജ് ചെയ്ത് കൊടുക്കണം. അതൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെല്ലും പറയും ഫോണിൽ പൈസ ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളത് റീചാർജ് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങൾ, അത് ഏറ്റവും മിനിമം ഞാൻ പറഞ്ഞത്. ചിലയിടത്ത് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാണ്ട് നമ്മൾ മരുന്നിന് പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ളിടത്ത് നമുക്ക് എങ്ങനെയാണ് ഭക്ഷണം ഫ്രീ ആയിട്ട് കഴിക്കാൻ തോന്നുക? അതായത് ഭക്ഷണത്തിനും പൈസ കൊടുത്ത് ഈ പറയുന്ന പോലെ അവരെ സഹായിച്ചിട്ടേ നമുക്ക് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഈ 100%-ൽ 20% ഉള്ളൂ, ബാക്കി 80% എന്നെ മനസ്സിലാക്കണം. അവർ പറയും ടീച്ചർ ഇത് ഇടണ്ട, ഞങ്ങൾക്കറിയാലോ എന്തിനാ. എനിക്ക് നാണക്കേടാണ് ഞാൻ ഭക്ഷണത്തിന് പൈസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഇടാന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് നാണക്കേടാണ്. അത് നമ്മളിത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ടി വരാന്ന് പറയണതേ. മറ്റുള്ള ആൾക്കാർ സ്വന്തമായി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കൂട്ടം ആളുകളുണ്ട്. കാരണം എല്ലാത്തിനും ചിലവുകളുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഈ 5 മണിക്കൂറൊക്കെ ഷൂട്ട് ചെയ്ത് അത് നല്ലൊരു പ്രോസസ്സിലൂടെയാണ് ഡാൻസിങ് മൈൻഡിൻ്റെ എല്ലാ വീഡിയോസും വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും ചിലവുണ്ടായിട്ടും ഈ പെയ്ഡ് പ്രൊമോഷൻസിന് ഒരിക്കലും തലവയ്ക്കാത്തത്? എന്തുകൊണ്ടാണ്? ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ നാടൻ ഭക്ഷണം അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള നാട്ടുംപുറം ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഇടയിൽ അത്തരം സാധനങ്ങൾ വേണ്ട എന്നുള്ളത്. മാത്രമല്ല എനിക്ക് യൂട്യൂബിൽ വന്ന പ്രൊമോഷൻസ് എല്ലാം മേക്കപ്പ് ബ്രാൻഡുകളുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണ്. അപ്പോൾ ഞാനതിന് അത്തരം പ്രോഡക്റ്റുകളെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. 2 റീസണാണ്. ഒന്ന്, എനിക്ക് ഓൾറെഡി അലർജിക്കാണ്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഓക്കെ അല്ലാത്തൊരു സാധനം ഞാൻ എങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും?
അപ്പോൾ എനിക്ക് അത് അങ്ങനെ ഒരു പൈസ എനിക്ക് വേണ്ട. കുടുംബവും ഈ ഒരു യൂട്യൂബ് ചാനലും രണ്ടും എങ്ങനെയാണ്? രണ്ടും ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് രണ്ടും ഒരു തുലാസി കൊണ്ടുപോകുന്നത്? സർക്കസാണ്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് തീർത്തിട്ട് വേണം ഇങ്ങനെ പോവുക. അപ്പം ഞാൻ ഷൂട്ടിന് പോകും, അതുകൊണ്ട് ഇന്ന് മോന് ഭക്ഷണം ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. അവൻ 9ാം ക്ലാസ്സുകാരനാണ്. അപ്പോൾ അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇതിൻ്റെ ഇടയിൽ, അവനോടുള്ള തല്ലുപിടുത്തങ്ങളെല്ലാം ഇതിൻ്റെ ഇടയിൽ നടക്കണം. കാരണം ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് അവരുടെ കളികൾ പഠിത്തത്തിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ ഈ ഒരു പ്രായത്തിൽ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഷൗട്ട് ചെയ്യൽ, ബഹളം ഒക്കെ അതിൻ്റെ കൂടെ നടക്കണം. ഞാനിങ്ങനെ ഫോണിലൊക്കെയാണ് ചിലപ്പോൾ ഇവനെ കൺട്രോൾ ചെയ്യുന്നത്. കാരണം ഞാൻ ദൂരെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ അതിൻ്റെ പ്രശ്നം എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഞാനിപ്പോൾ നമ്മളിപ്പോൾ പുറമേ നിന്ന് കാണുന്നവർക്കാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്. ഞാൻ എൻ്റെ വീട്ടിലെ അടുക്കളക്കാരി ജാനു തന്നെയാണ്. അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരു വീട്ടിലാണ് ജനിച്ചതും വളർന്നതും ഒക്കെ ജീവിച്ചതും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഇന്നും പോയിട്ടില്ല, ഒരിക്കലും പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഇതാണ് എൻ്റെ കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്നത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഒട്ടും എളുപ്പമല്ല. 2 കാര്യങ്ങളാണ് ഞാൻ വിജയിച്ചതിൻ്റെ പിന്നിൽ. ഒന്ന്, നമ്മൾ ഈ പറയുന്ന എന്നോടുള്ള ഒരു ഇഷ്ടം. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതൊന്നും വലിയ വലിയ കടകളല്ല, പിന്നെ അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു റീസൺ. മറ്റൊന്ന്, ഇവിടെ ആരും ശ്രദ്ധിക്കാതെ ഇരുന്ന കുറേ മനുഷ്യരെയാണ് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നത്. ഈ പറയുന്ന നമ്മളെടുത്ത വീഡിയോസിലുള്ള ഒരാളുകളുടെ ഒരു വീഡിയോയും ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ എടുത്തതിന് ശേഷം പിന്നെ കുറേ ആരെങ്കിലുമൊക്കെ വന്ന് വീഡിയോ എടുക്കുക, അങ്ങനെയാണ്. അതല്ലാതെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കടയല്ലല്ലോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് അതൊരു കൗതുകമാണ്. മാത്രം ഇതായിട്ടുള്ള സാധനം 2 രൂപയ്ക്ക് ദോശ, 40 രൂപയ്ക്ക് ഊണ്, 5 രൂപയ്ക്ക് ഇഡലി, ഇതൊക്കെ പറയുമ്പോൾ അവരത്രയും സാധുക്കളാണ്. എന്നിട്ടും അവരിത്ര ചെറിയ പൈസയ്ക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ചിലർക്ക് ഇതൊക്കെ അത്ഭുതമാണ്. അയ്യോ, ഈ കാലത്തോ ഇപ്പോൾ എങ്ങനെയാണ് ഇത് കൊടുക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതാണ് എൻ്റെ ചാനലിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അത് അത്ര ഈസി ഒന്നുമല്ല. ആദ്യത്തെ ഒരു വർഷക്കാലം നമ്മൾക്ക് ഒരു ഫേസ് വാല്യൂ ഒന്നുമില്ല, എന്നെ ആർക്കും അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള നമുക്കൊരു സെലിബ്രിറ്റി ഇതൊന്നും നമുക്കില്ല. അപ്പോൾ നമ്മൾ അതിലേക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. അത്ര ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല യൂട്യൂബ് എന്ന് പറയുന്നത്. ഞാൻ ഇങ്ങനെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അത്ര ഈസി ആയിട്ട് യൂട്യൂബിൽ മോണിറ്റൈസേഷൻ നേടിയെടുക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ നടക്കും. എനിക്ക് നടത്താൻ പറ്റുമെങ്കിൽ, ഞാനൊരു ന്യൂജൻ ആളല്ല, ഒരു യങ്സ്റ്റർ അല്ല, ഞാനൊരു മിഡിൽ ഏജിൽ കൂടെ പോകുന്നത്, ശരിക്കും അങ്ങനെ തന്നെ പറയാം, മധ്യവയസ്കയായിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ ബാക്കി എല്ലാവർക്കും സുഖമായിട്ട് നടക്കും. ഏതായാലും സൗമ്യ വിജയിക്കുന്നതോടുകൂടി സാധാരണക്കാരും വിജയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ ഒരു പങ്ക് കിട്ടുന്നത് ഈ പറയുന്ന പോലെ സാധാരണക്കാർക്കാണ് എപ്പോഴും അതിൻ്റെ ഗുണം ലഭിക്കുന്നതും. ഏതായാലും ഈ 7.5 ലക്ഷം എന്നതിൽ നിന്ന് 1 മില്യൺ ഉടനെ ആകട്ടെ എന്ന് ഞാൻ വളരെ എൻ്റെ ആത്മാർത്ഥപൂർവ്വം ഞാൻ പറയുകയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ അത് സൗമ്യയുടെ മാത്രമല്ല, കൂടെ നിൽക്കുന്നവരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരായ ആളുകളുമാണ് അതിൽ കൂടെ രക്ഷപ്പെടുന്നത്. ഏതായാലും എല്ലാവിധ ആശംസകളും. ഇതുപോലെ ആ ഡാൻസ് എന്ന പാഷനും കൂടെ നന്നായി കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.